പാടോ രമണ, നീ അകത്തോട്ടിരിക്കേ. എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ കുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും. നാട്ടുകാർ മുഴുവൻ വരും നിങ്ങളുടെ അലുവയും വറുത്ത കായും തിന്ന. സഹദേവേട്ട് അവിടെ എന്തുവാ സപ്ലൈ അറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചിയോ കോഴി ഇറച്ചിയോ ഒക്കെ കിട്ടുമോ? പിന്നെ എന്താ ചെയ്യാ? പിന്നെ ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡി ആവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കടാ.